റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി നാഗർകോവിൽ യാത്രയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. റിനു, തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ വഴി നാഗർകോവിലേക്ക് തിരിക്കുക എന്നല്ലാതെ മറ്റ് പരിപാടികളൊന്നും മോദിക്കില്ലല്ലോ? ഇതിന് അല്പസമയം മുമ്പാണ് തമിഴ്നാട്ടിലെ റോഡ് ഷോയ്ക്ക് വേണ്ടി, അതായത് നാഗർകോവിലെ റോഡ് ഷോ പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ, ശംഖുമുഖം ടെക്നിക്കൽ ഏരിയയിലാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് വിമാനം ഇറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗം നാഗർകോവിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4:15 നാഗർകോവിലിൽ റോഡ് ഷോ സമയം പറഞ്ഞിട്ടുള്ളത്. അവിടെ റോഡ് ഷോയ്ക്ക് ശേഷം തിരികെ ഹെലികോപ്റ്ററിൽ ശംഖുമുഖത്തെത്തി ടെക്നിക്കൽ ഏരിയയിലെത്തി ഇവിടെ നിന്ന് തിരികെ മടങ്ങും എന്നുള്ളതാണ്. കന്യാകുമാരി ജില്ലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പ്രധാനമന്ത്രി വീണ്ടും തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ പൊതുപരിപാടികൾ ഈ റോഡ് ഷോ മാത്രമാണ്, അല്ലാതെ അദ്ദേഹം പ്രസംഗമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എന്ത് പ്രഖ്യാപനങ്ങളോ അതൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വൻപിച്ച ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനം ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കും. ശരി റിനു, തിരുവനന്തപുരം ശംഖുമുഖം ടെക്നിക്കൽ ഏരിയയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ റോഡ് ഷോയ്ക്കായി നാഗർകോവിലേക്ക് തിരിക്കും. റിനു ശ്രീധരും ഒപ്പം തന്നെ ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.